എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് ശരണ്യ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത്. എപ്പോഴും പറയണ പോലെയല്ല, കാരണം ഇത് ഇഷ്ടമില്ലാത്തവര് വളരെ ചുരുക്കം ആൾക്കാരുണ്ട്. അതെ അതെ അതെ. അപ്പൊ ശരണ്യ തന്നെ പറയും എന്നാണ് നമ്മുടെ സ്വന്തം കപ്പലണ്ടി മുട്ടായി. അതുകൊണ്ട് ഇന്നൊരു വലിയൊരു പാചകത്തിലേക്ക് തന്നെയാണ് പോണത്. കാരണം നമ്മള് മിഠായിയൊക്കെ കടകളിൽ നിന്ന് മേടിച്ച് കഴിച്ചിട്ടുണ്ട്. പണ്ടല്ലേ സ്കൂളിൽ കപ്പലണ്ടി മുട്ടായി, തേമുട്ടായി, പിന്നെ ഉണ്ടല്ലോ മിച്ചറും കൊണ്ട്. അതെ അതെ, അതിന്റെ പേരൊന്നും എനിക്കറിയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒത്തിരി മിഠായിയൊക്കെ. അപ്പൊ ശരണ്യാണ്ടത് ഇന്ന് കപ്പലണ്ടി മിഠായി വീട്ടിൽ ഇണക്കാന്ന് പറഞ്ഞു. പിന്നെ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾക്കും സുഖം തന്നെ. അതുപോലെ നിങ്ങൾ തരുന്ന കമന്റുകൾക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഒരു കാര്യം ആദ്യം തന്നെ പറയുകയാണ്, ഈ കഴിഞ്ഞ ദിവസം ശരണ്യ ഇറച്ചിക്കറിയുടെ ഒരു വീഡിയോ ഇട്ടിട്ട് ആ വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ തീർന്നു പോണ രീതിയാണ് കാണുന്നത്. അത് വേറൊന്നുമല്ല, അത് ആ എഡിറ്റിങ്ങിൽ ഒരു മിസ്റ്റേക്ക് വന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് പിന്നെ ഒന്ന് രണ്ടാമത് എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ അങ്ങനെ സംഭവിച്ചു പോയി. നാളൊരിക്കൽ ശരണ്യ ഇറച്ചിക്കറിയുടെ വീഡിയോ ചെയ്യുന്നത് അടിപൊളി വീഡിയോ, സൂപ്പർ വീഡിയോ ആയിരുന്നു. ശരണ്യൊക്കെ ഒരുപാട് സങ്കടമായി പോയി ആ വീഡിയോ പോയതിൽ. ഒരുപാട് കൂട്ടുകാര് കണ്ടില്ല എന്നുള്ള. അതെ അതെ അതെ, അയ്യോ ഞങ്ങളുടെ ഫോണിൽ മാത്രം ഇങ്ങനെ. അതെ അതെ. അപ്പൊ അങ്ങനെയല്ല കൂട്ടുകാരെ, അത് മൊത്തത്തിൽ അങ്ങനെ ആയിപ്പോയി. അത് ഏതാണ്ട് 10-18 മിനിറ്റുള്ള ഒരു വീഡിയോ ആയിരുന്നു. പിന്നെ അപ്പൊ കൂട്ടുകാരെ, അപ്പൊ കപ്പലണ്ടി മിഠായി ഇണക്കണ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ശരണ്യേ, ഞാനെത്തി. നമ്മുടെ കപ്പലണ്ടി നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പൊ കപ്പലണ്ടി മൊത്തം വറുക്കുന്നില്ലല്ലോ, കുറച്ച്. നമ്മൾ ഉപ്പിടത്തില്ല കേട്ടോ. അതെ അതെ അതെ, ഉപ്പിടിയല. ഉപ്പിടത്തില്ല. ഇതിന് നന്നായിട്ട് വറുത്തെടുക്കണം അല്ലേ? അതെ അതെ, തൊലി കളയണ കാര്യം ഞാൻ ഏറ്റി. അതല്ല, രണ്ടെണ്ണം എടുത്ത് വായിലും ഇടാല്ലേ. ശരണ്യ, ഇതിപ്പോ ഒരു റോസ് കളറാകണം അല്ലേ? രണ്ട് കൊട്ടുമ്പോ കപ്പലണ്ടി അല്ലേ? പേപ്പറെടുത്ത് പൊതിഞ്ഞ് അമ്മ വന്ന് പേപ്പറെടുത്ത് അച്ഛനും വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ. കണ്ടാ സ്മെല്ല് വേറെയാണ്. അതല്ലേ ഈ കപ്പലിക്കാർ ഈ 4 കിലോയിലൊക്കെ കൊണ്ടുവന്ന് തരുമ്പോ ഉടനെ തന്നെ പറഞ്ഞ റെഡ് അടിക്കുമ്പോ പുതിയ ചെല്ലുമല്ലേ. നമ്മള് കപ്പലണ്ടി മിഠായി ഇണക്കാൻ പോകും. അത് ചെറിയ കപ്പലി മിഠായി ഇണക്കാൻ, അതായത് നമ്മളിപ്പോ വറുത്ത് തിന്നാൻ പോകണം. ഇത് വറുത്ത് തിന്നാൻ പോരെ? അച്ഛൻ തമാശ പറയാന്ന് അച്ഛനറിയാം. ഇത് കരിച്ചു കളയരുത്, ഞാൻ പറഞ്ഞു. കപ്പലണ്ടി മിഠായി ആളാണ് ശരണ്യ അല്ലേ? ശരണ്യക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോഴും ഇഷ്ടമല്ലേ ശരണ്യ? ഞാൻ എന്ത് പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ പറഞ്ഞില്ല, ശരണ്യ ശർക്കര കൊണ്ടാണ് ആ ഇണക്കിയ. അല്ല, ശരണ്യ കപ്പലണ്ടി മിഠായി തിന്നിട്ട് അച്ഛൻ്റെ കയ്യിലായിട്ടൊന്ന് ഇളക്കാൻ കൊടുത്തേ. അച്ഛൻ എന്തിനും തയ്യാറായിട്ടാണ് അച്ഛൻ അവിടെ നിൽക്കുന്നത്. നല്ലപോലെ ബലം കൊടുക്കേണ്ട കാര്യമില്ല. ഇത് നൈസ് ഇങ്ങനെ തന്നെ അതെന്താണ് ശരണ്യ കട്ടി കത്തി കൈ ഇരിക്കല്ലേ. അത് നേരത്തെ മനസ്സിൽ കണ്ടെത്തിയാണ് നിൽക്കണത്. ഒരു കാര്യം ഞാനുണ്ടല്ലോ,
ഞാൻ ഒരു സ്ഥലം വരെ പോയിട്ട് വരാം. ശരണ്യയുടെ കഴിവിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ശരണ്യ നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കൂടെ നിറയ്ക്കാൻ കൊപ്പര് മുട്ടായി എഴുതി വെക്കും. അത് പിള്ളേര് വരുമ്പോ മേടിച്ചോണ്ട് പോകും. ബിസിനസ് രംഗത്താകാൻ പോയി. അതൊരു ബിസിനസ് അല്ലേ? അതെ അതെ അതെ. ഇപ്പൊ ഞങ്ങൾക്ക് കഴിക്കാൻ തരുമോ? കപ്പലണ്ടി പൊട്ടണ ഒച്ചയൊക്കെ കേൾക്കണുണ്ട് കൂട്ടുകാർ. കഴിക്കാൻ തരുവാ ഇപ്പഴാ കപ്പലിന്റെ മിഠായി. ഇതോ ഇത് വറുത്തത് പിന്നെ എന്നാണ് അമ്മ ചോദിച്ചത്? കപ്പലിന്റെ മിഠായി ഓരോ പീസ്. അത് തരായിരിക്കുമോ? അല്ല പിന്നെ ആർക്കുള്ളതാണ്? അതല്ല, ഇത് റെഡി ആയെന്നാൽ ശരണ്യ ഇനി കച്ചവടം നടത്തുമെന്ന്. ശരി, നല്ല കാര്യം. ഇനി നാളെ എന്തായാലും കണക്കാണെങ്കിൽ അതും കച്ചവടം നടത്തുന്നത് തന്നെ പറയും. പൈസ ഇല്ലാതെ ഈ കാലത്ത് ജീവിക്കാൻ പറ്റത്തില്ല. അത് ശരിയാണ്, കറക്റ്റ് കാര്യം. ഇനി കപ്പലണ്ടി കച്ചവടം ചെയ്യുവോ? കച്ചവടമെങ്കിലും തുടങ്ങും. അത് വലിയ നാണം വെച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. അല്ലെങ്കിൽ എല്ലാ തൊഴിലിനും അതിൻ്റെതായ ഞങ്ങൾ അമ്മയും മോളും കൂടി ഇവിടെ പൊതിഞ്ഞ് വെച്ചോണ്ട് ഇരുന്ന് കൊടുക്കും. കൊള്ളാം. അല്ല, അത് ബിസിനസ് ചെയ്യണമെന്ന് കുഴപ്പമില്ല. കാരണം വേറെ ബിസിനസ് ചെയ്താലേ ജീവിക്കാൻ പറ്റത്തില്ല. അത് നാണക്കേടൊന്നുമില്ല, നല്ല കാര്യം. തൊഴില് ചെയ്യല്ലേ. ചെയ്തുകൊണ്ട് ആരും ഒന്നും പറയത്തില്ല. അവര് തൊഴിൽ ചെയ്താണ് ജീവിക്കണമെന്നേ പറയുന്നുള്ളൂ. ആരെ കുറ്റം പറയാനോ പ്രശ്നം പറയാനല്ല പറയുന്നത്. നമ്മൾ തൊഴിൽ ചെയ്യുക, നമ്മൾ മാന്യമായ രീതി പെരുമാറുക, അതാണ് ഏറ്റവും വലുത്. അപ്പൊ കൂട്ടുകാരെ, അപ്പൊ ഇതൊന്ന് വറുത്തെടുക്കണ വരെ ഒന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പൊ ഒന്ന് വേഗം വറുത്തെടുക്കുന്നതാണ് നിങ്ങളെ കാണിക്കാം. ശരണ്യ, എന്താ എന്തായി നമ്മുടെ കപ്പലണ്ടിയൊക്കെ? കപ്പനെ ചുമന്ന വരുവായി നമ്മൾ തീ കെടുത്തു കേട്ടോ. ആ വെള്ളപ്പ് മാറി ചുമന്ന പരുവായല്ലേ? അപ്പൊ ഇനി നമുക്കിത് പാത്രത്തിലാക്കണം, തൊലി കളയണം. അപ്പൊ നമുക്ക് പാത്രത്തോട്ട് ഇട്ടാലോ? പിന്നെന്താ, ദേ അച്ഛന്റെ പാത്രമായിട്ട് വന്നു. എന്നാ അതിലാട്ട് ഇടുവാ. തെറിക്കരുത്. നല്ല മൂപ്പ് കറക്റ്റാ. നല്ല കിട സൗണ്ട് കേൾക്കണുണ്ടല്ലേ? അതെ അതെ. ഇത് ഇണക്കിയാലും അച്ഛൻ തന്നെ തിന്നണം. അപ്പൊ പിന്നെ അല്ലാത്തപ്പോഴും അച്ഛൻ തിന്നണമല്ലേ? വാ, നമുക്ക് പോയി പൊളിക്കാം. അതെ അതെ. അമ്മ ഒരെണ്ണം വേണേ ടേസ്റ്റ് നോക്കമ്മ. അമ്മ ഇങ്ങനെ പറഞ്ഞു നിൽക്കായിരുന്നു. ഇപ്പൊ കൊച്ചു വരുമല്ല. അതെ അതെ. തൊലി കളഞ്ഞ. ശരി, ഞങ്ങള് നടത്തപ്പോ ചെറിയൊരു പരിപാടി ഇവിടെ ഉണ്ട്. ശരി ശരി. കൊച്ചു വരുമ്പോ കൊടുക്ക അല്ലേ? അമ്മ ഇവിടെ ചായ തിളപ്പിക്കുന്നുണ്ട്. എനിക്കറിയാം ഇവിടെ വേറെ പലഹാരം പിന്നെ അച്ഛൻ ഇവിടെ നിക്കാന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞ എനിക്കൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞേ. അയ്യോ, അതെ. ശരണ്യയുടെ വകുപ്പ് ചെയ്ത് അങ്ങോട്ട് ഇറക്കിയിട്ടില്ല. ശരണ്യ അവിടെ പോയിരുന്ന ആ തൊണ്ടൊക്കെ കളഞ്ഞ് ഇവര് രണ്ടുപേരും കൂടി അടുത്ത പാചകത്തിലാണ് കൂട്ടുകാരെ. അച്ഛന് എല്ലാ ദിവസവും പഴംപൊരി വേണം. അച്ചുകൂട്ടിന് ഏറ്റവും ഇഷ്ടം വാഴക്ക പൊരിച്ച് ഏത്തക്കപ്പം. അതാണ് ഏറ്റവും കൂടുതൽ ആ കൊച്ചിന് ഇഷ്ടം. അതുകൊണ്ട് രണ്ടെണ്ണമെങ്കിലും ഇണക്കി ആ കൊച്ചിന് കൊടുക്കാൻ വേണ്ടിയാണ് ഞാനും അമ്മയും കൂടി തയ്യാറായിട്ടിരിക്കുന്നത്. ശരണ്യ മാനെ മാമ എന്റെ ശുചിച്ചാട്ടൻ ഇരുന്ന് കപ്പലണ്ടി പൊളിച്ചോണ്ടിരിക്കും. ഇത് ചൂടായ കാരണം പിന്നെ ഇത് തണുക്കണവരെ ഒന്നെങ്കിൽ ഒന്നിങ്ങനെ പൊളിച്ചെടുക്കാല്ലാന്ന് ഓർത്താ. വായിലോട്ട് പോവല്ലേ? ഇല്ല, ചൂടുമാണ്. കൈ കൊണ്ട് പിടിക്കാൻ മേല, എന്നാലാണ് വായിലാണ്. അതാ പിന്നെ ഞാൻ ഇഞ്ചിക്കറി തന്ന പോലെ ഇരിക്കും. അതെ അതെ അതെ. എന്തായാലും ചൂടേറെ പൊളിച്ചേക്കാം. പക്ഷെ ഇത് എളുപ്പ വഴിയൊക്കെ ഉണ്ട്. കൂട്ടുകാരെ ഒന്ന് കമന്റ് ചെയ്തേക്കണം. ഇത് പെട്ടെന്ന് തൊലി കളയാനുള്ള മുറത്തിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ കൂട്ടുകാരെ. ഇത് കണ്ടോ?
ഡൈനിങ് ടേബിളിന്റെ പുറം കിടക്കണുണ്ട്. ഇത് എന്ത് ഇതാണ് കാണിച്ചത്? ഇത് ഒരെണ്ണം ഇപ്പൊ തീരാനാണ് ഞാൻ ആദ്യം അങ്ങനെയാണ് ചെയ്ത് നോക്കിയത്. പിന്നെ ഇത് ഇങ്ങനെ അങ്ങോട്ട് വെക്കാൻ തുടങ്ങി. ഇങ്ങനെ വെച്ചേച്ച് ഇത് തൂത്താ മതിയല്ല. പിന്നെ ഇത് ഇങ്ങനെ ഇത് കപ്പന്റെ മുട്ടായിക്കാട്ടിലും ഇരട്ടി പണിയായി എനിക്ക് തന്നത്. എന്നിട്ട് ഇത് വാണിന്റെ അങ്ങോട്ട് കൊണ്ട് വെക്കണം. അപ്പൊ ഇതെല്ലാം പറഞ്ഞു കേട്ടുമ്പോഴും നമുക്ക് കപ്പലണ്ടി കിട്ടും. ഞാൻ തോപ്പിക്കും. അപ്പൊ കൂട്ടുകാരെ ഞാൻ ഇത് മൊത്തം ചെയ്ത് വെച്ച് കാണും. അപ്പൊ കൂട്ടുകാരെ കപ്പലണ്ടി നല്ല തൊലിയൊക്കെ കളഞ്ഞ് നല്ല അടിപൊളിയാക്കി എടുത്തിട്ട്. അതെ. അപ്പൊ ഈ പാത്രം വെച്ചിരിക്കുന്ന കൂട്ടുകാരോട് പറഞ്ഞില്ല. കൂട്ടുകാരെ ഞാൻ പറയാൻ വന്നത് നമുക്കിനി ചക്കര പാനിയാക്കിയാലോ? ശർക്കര. ചക്കര അല്ല ശർക്കര. ആർക്കാണെങ്കിലും ചെറിയ അബദ്ധങ്ങൾ പറ്റും. എനിക്കൊരബദ്ധം പറ്റി. അത്ര ഐശ്വര്യമായിട്ട് തീയെല്ലാം കത്തിച്ചിട്ടുണ്ട്. ഇനി ശർക്കര എടുത്തിടണം. ഈ ശർക്കര എടുത്ത് നമ്മള് ഇടണം. അപ്പൊ കൂട്ടുകാരെ ശർക്കര ഞാൻ പാനിയാക്കിക്കൊണ്ടിരിക്കാം. ഇനി നമുക്കൊന്നും കെടുത്തായത്. അതെന്തിനാ കെടുത്താനത്? കെടുത്തിട്ട് അരിച്ചിട്ട് വേണം നമ്മൾ ഒന്നും കൂടെ അടുപ്പ വെച്ച് കട്ടിയാക്കാനാ. അത് ഞാൻ കാണിച്ചു. അരിക്കണമല്ലോ. എന്നാ ശരി, അരിച്ചിട്ട് വിടും. അതുപോലെ കപ്പിനകത്ത് ഒഴിച്ച് വെക്കാം. അച്ഛനെ നമുക്ക് പറ്റിക്കാം. അപ്പൊ ശരണ്യ എന്തോ എന്തായി? ആദ്യം നമുക്ക് ഇച്ചിരി നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒഴിക്കുകയാണല്ലേ? നെയ്യില്ലാത്ത പരിപാടി ഇല്ലല്ലേ? അതെ. അപ്പൊ ഇനി എന്താ? അതമ്മ അടച്ചു വെച്ചോളൂ. ബാക്കി കാര്യം നമുക്ക് ഇട്ടേക്കാം. ഒരു മണം കിട്ടാൻ വേണ്ടിയാ. പിന്നെ നമ്മുടെ ശർക്കര ഇല്ലേ അരിച്ചു വെച്ചത് അത് ഒഴിച്ചേക്കാം. ഇപ്പൊ നല്ല സ്മെല്ലൊക്കെ അടിക്കണുണ്ട്. അതെ. ശരണ്യ എന്തോ വീണ്ടും തിളച്ചല്ല. നമ്മുടെ അമ്മ അതേ കപ്പലണ്ടിയൊക്കെ തിന്നണ്ടിരിക്കുകയാണ് അല്ലേ? ടേസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ആയില്ല, ഒന്നും ആയിട്ടില്ല. ഈ വെള്ളത്തിൽ ഇങ്ങനെ വെച്ച് നോക്കും കണ്ട. ഇപ്പോഴൊന്നും ആയിട്ടില്ല. കണ്ട. അതാണ്. അപ്പൊ മനസ്സിലാവും നമുക്ക് കട്ടിയാകുമ്പോ പറയും കപ്പലണ്ടി ഇടാൻ പറയും. അപ്പൊ കപ്പലണ്ടി മൊത്തം കൂടെ ഇടല്ലേ, കുറേശ്ശെ. കാരണം എന്തോരം വേണമെന്ന് നോക്കിയിട്ട്. ശരണ്യ നമ്മുടെ വാണിയൊക്കെ സെറ്റ് ആയല്ലേ? ഇത് ഒന്ന് കൂട്ടുകാരെ കാണിച്ചു കൊടുത്ത ഇതെങ്ങനെയാണ് സെറ്റ് ആയാന്ന് അറിയണത്. കണ്ട, വെള്ളത്തിൽ ഒരു തുള്ളി വെച്ച് നോക്കണം. എന്നിട്ട് കയ്യിൽ നമ്മൾ എടുത്ത് നോക്കണം. അപ്പൊ നല്ല കല്ല് പോലെ ആയല്ലേ? കല്ലുപോലെ ആണല്ലേ? ഒന്ന് കാണിച്ചേ ശരണ്യ. ഗ്യാസ് ഒന്ന് നിർത്താം. കൂട്ടുകാരെ അതെ, ഇവിടെ ഒരു ഷീറ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന്മേലാണ് ഇച്ചിരി നെയ്യ് തൂക്കണം. അതെ അതെ. അത് നമുക്ക് എന്നാ ഇത് വേഗം ചെയ്തു, അല്ലെങ്കിൽ അത് പോകും. വേഗം അച്ഛാ ഒന്ന് ഇട്ട് ഇളക്ക്. മേത്ത് വിടരുത്. ഇട്ട് കുടിക്കാണ്. അതെ അതെ അതെ. പോകിയല്ലോ. അതെ. വീഴുമെങ്കിൽ മൊത്തം ഇട്ടു. അപ്പൊ അതേ കണ്ട കൂട്ടുകാരെ, അതെങ്ങനെ ഇളക്കി പിടിപ്പിക്കണം. കണ്ടാ കൂട്ടുകാരെ? അപ്പൊ അച്ഛനും മകളും കൂടി ആ ടൈമിന് അച്ഛൻ എത്തിയത് അമ്മതെ നെയ്യൊക്കെ തേച്ച് പിടിപ്പിച്ചോണ്ടിരിക്കുകയാണ് ഈ ഷീറ്റ്. അപ്പൊ എല്ലാരും തിരക്കിലാണ്. ആണല്ലേ? തേച്ച് പിടിപ്പിക്കാം. എല്ലാ സ്ഥലത്തും തേച്ച് പിടിപ്പിക്കും. അതെ അതെ അതെ. ആയിട്ടുണ്ട്. ആയിട്ടുണ്ട്. എന്ത് ചെയ്യുന്നറിയാവോ? ഇതിന്മേലോട്ട് ഒന്ന് കപ്പലണ്ടി എല്ലാം കൂടെ ഒന്ന് ഒന്നിച്ച് വെക്കും. ശരി ശരി. ഒത്തിരി കഴിക്കില്ലേ? വെച്ചോ. ശരണ്യ പരത്താൻ ഒരു പണി ശരണ്യക്ക് എത്തി, അല്ലെങ്കിൽ അച്ഛനും കൂടി ഒന്ന്. അതെ അച്ഛ, ശരണ്യക്ക് പാടാമെന്ന്. അങ്ങനെ കൂട്ടുകാരെ അച്ഛൻ ഏറ്റെടുത്തു അല്ലേ?
ശരണ്യക്ക് വേഗം ചെയ്യണം, സെറ്റ് ആകും മുമ്പ് ചെയ്യണം. തണുക്കല്ലേ? അതെ, എല്ലാ സൈഡിലും ഉറപ്പിച്ചു വെക്ക്. കൂട്ടുകാരെ കണ്ട അടിക്കണ്ട, പരത്തിയാ മതി. ഞാൻ ചെയ്തോളാം. കറക്റ്റ് ആക്കി തന്നു. അതേ കണ്ട കൂട്ടുകാരെ, നല്ല സ്ക്വയർ രീതിയിലാക്കിയിട്ടുണ്ട്. കൂട്ടുകാരെ ഇനി എന്ത് ചെയ്യാൻ അറിയാവോ? നമ്മൾ ഇനി നടുക്കൂടെ എല്ലാം കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് ഇപ്പോഴേ കട്ട് ചെയ്യണം അല്ലേ? അപ്പൊ അച്ഛൻ തന്നെ കട്ട് ചെയ്യും. ഞാൻ കട്ട് ചെയ്താൽ മുറിയാൻ പാടാം. അപ്പൊ ഇത് അച്ഛാ. അതെ, ഹാപ്പി കപ്പലിന്റെ മിഠായി. അവിടെ നിന്ന് അമ്മയും പറയാം, അമ്മയുള്ള കപ്പലണ്ടി മിഠായിയുടെ ബാലൻസ് വന്നതൊക്കെ ഏതാണ്ടൊക്കെ ചെയ്തോണ്ടിരിക്കണം ആ നേരത്ത്. നാലായിട്ട് ഇങ്ങനെ തിരിച്ചു വശം അതെ കിട്ടാൻ ഞാൻ അതെ 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 അതെ. ചൂടുണ്ടോ അച്ഛാ? കൈയിട്ട് നോക്കിയപ്പോ കൈ മാറ്റി വെച്ചാത്തി. കൂട്ടുകാരുടെ എന്തെങ്കിലുമൊക്കെ പറ. കൂട്ടുകാരുടെ എളുപ്പം ചെയ്യാൻ പറ്റിയ സാധനമാണ് കപ്പലണ്ടി മിഠായി. ആണല്ലേ? കണ്ട, ഇച്ചിരി കപ്പലണ്ടി ശർക്കര ഉണ്ടെങ്കിൽ നെയ്യ് ഇല്ലേലും നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റാണ്. അപ്പൊ ഇവിടുത്തെ നെയ്യുടെ പകരം വെളിച്ചെണ്ണ തൂത്താലും മതി. അതെ അതെ. അപ്പൊ കൂട്ടുകാരെ കണ്ട, ഇങ്ങനെ ഒരു ഇനി ഒരു 1-2 മണിക്കൂർ ഇത് സെറ്റ് ആയിരിക്കും. അതെ അതെ. നമുക്കിത് ഇങ്ങനത്തെ ഒരു ഷീറ്റ് വേണം ഇത് ചെയ്യാനായിട്ട്. ഷീറ്റ് വേണം കേട്ടാ. ഈ ഷീറ്റ് ഇത് ശരണ്യക്ക് അല്ലേ ഇത് തന്നത് നമ്മുടെ സാങ്കേത ഹോട്ടലിലെ സനലിയേട്ടനും ചേച്ചിയും കൂടിയാണ് നമുക്കിത് തന്നത്. അതെ 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 അതെ, അവരാണ് ഈ ഷീറ്റ് തന്നത്. ഇന്ന പോലെ നിങ്ങൾ കപ്പലണ്ടി മിഠായി ചെയ്യാൻ വേണ്ടി അമ്മ ആയ നേരത്തെ തന്നെ മിഠായി ഉണ്ടാ. അതെ അതെ അതെ. അപ്പൊ കണ്ട, അത് കൊള്ളാം, അത് നല്ലതാ, അടിപൊളിയാണ്. നടുക്ക് വെച്ചെന്നാ സെറ്റായി പോകും, മാറ്റി അത് കൊള്ളാം. അപ്പൊ നമ്മുടെ കപ്പലണ്ടി ഉണ്ട്. അതെ അടിപൊളി സാധനം അല്ല. ഞാൻ ഓർത്ത് ഇത് ചെയ്യാം, പക്ഷെ ഈ ഷീറ്റ് എവിടെ കിട്ടുമെന്ന് ഓർത്ത് ഞാൻ കടകളിലൊക്കെ ചോദിച്ചിട്ടൊന്നും ഇങ്ങനത്തെ ഷീറ്റ് നമ്മുടെ ഇവിടങ്ങളിൽ ഈ കടയിലൊന്നും ഇല്ലായിരുന്നു. ഇത്തരം ഷീറ്റ് കിട്ടിയില്ല ഞാൻ. അപ്പൊ അങ്ങനെ ആ ചേട്ടൻ ഒരു ഷീറ്റ് ചോദിച്ചപ്പോ അതെ അതെ അതെ. അപ്പൊ സനലിയേട്ടനും കുടുംബത്തിനും ഒരു പ്രത്യേക ഒരു നമ്മുടെ കപ്പലണ്ടി നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട കപ്പലണ്ടി മിഠായി. അപ്പൊ ഇത് 1.5 മണിക്കൂർ ഇത് ഇരിക്കണം. ഇതൊന്ന് സെറ്റ് ആയിട്ട് ഇതിന് നമുക്കിങ്ങനെ ഓരോന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ. അടത്തിയെടുക്കാൻ. അപ്പൊ കുറച്ച് കഴിയുമ്പോ അതെ. അതുപോലെ കൂട്ടുകാരെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കിയാക്കണം. അപ്പൊ നമുക്ക് ഇതൊന്ന് അടത്തി വരെ ഒന്ന് കൂട്ടുകാരെ കാണിച്ചു കൊടുക്കണം. മോശമല്ലേ? അതെ അതെ അതെ. ഇപ്പൊ കൂട്ടുകാരെ നമ്മുടെ കപ്പലണ്ടി സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ കൂട്ടുകാരെ കാണിച്ചു കൊടുത്തേ. അതെ, 2 മണിക്കൂറോളം ഇത് അല്ലേ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒടിച്ചെടുക്കാം. അതെ, കട്ട് ചെയ്തെടുക്കാം. കൂട്ടുകാരെ ഇത് കണ്ടത് നമ്മള് കട്ട് ചെയ്ത ആ പാടൊക്കെ കാണാൻ പറ്റും. ആരാണ്? രണ്ടുപേരും തർക്കായ നല്ല കറക്റ്റ് ആണ് കേട്ടോ. ശരണ്യ ഒന്ന് കട്ട് ചെയ്ത് കണ്ട കൂട്ടുകാരെ, ഇങ്ങനെ ഓരോ പീസ് എന്നാ എല്ലാം പീസാക്കി വെച്ചേ. അമ്മയും പീസാക്കി പേടിക്കണ്ട, അമ്മക്ക് പേടി. അടിപൊളി കപ്പലണ്ടി കണ്ട കൂട്ടുകാരെ, നല്ല അടിപൊളി കപ്പലണ്ടി മിഠായി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അല്ല അച്ഛനും അമ്മയൊക്കെ എടുക്ക്. അതെ, കൂട്ടുകാരിങ്ങോട്ട് പോരി, കപ്പലണ്ടി മിഠായി തരാം അല്ലേ? ആണല്ലേ? ആണല്ലേ? പറയാൻ പറ്റത്തില്ല.
അതെ നമ്മൾ കടയിൽ മേടിക്കത്തില്ലേ ആ അതെ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഓ ചിലപ്പോ ചിലത് കളഞ്ഞു മേടിക്കുന്ന ഇച്ചിരി മധുരപ്പുറമാവും ഇതല്ല ആ ആ മധുരം സൂപ്പറാണല്ലേ സൂപ്പർ അപ്പൊ കൂട്ടുകാരെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞങ്ങൾക്കും സുഖം തന്നെയാണ്. അപ്പൊ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അതുപോലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണം കൂട്ടാക്കണം. അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ Bye.